എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 21ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സർഗത്തില് അനുഷ്ടുപ്പ് വൃത്തത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത് ശ്ലോകങ്ങൾ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ദശരഥനും വിശ്വാമിത്രനും തമ്മിലുണ്ടായ സംഭാഷണമായിരുന്നു. അതില് ദശരഥന് തന്റെ പുത്രനെ പറഞ്ഞയക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ വിഷമാണ് പറഞ്ഞു നിർത്തിയത്. അതൊക്കെ കേട്ടതോടുകൂടിയിട്ട് വിശ്വാമിത്രൻ വളരെയധികം ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാണ് 20ാമത്തെ സർഗം അവസാനിപ്പിച്ചത്. ഇനി എന്തൊക്കെയാണ് 21ാമത്തെ സർഗത്തിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തച്ഛ്രുത്വാ വചനം തസ്യ സ്നേഹപര്യാകുലാക്ഷരം സമന്യുഃ കൗശികോ വാക്യം പ്രത്യുവാച മഹീപതിം. തച്ഛ്രുത്വ, കൗശികൻ അഥവാ വിശ്വാമിത്രൻ അത് കേട്ടിട്ട്, ഏതാണ് കേട്ടത്? സ്നേഹപര്യാകുലാക്ഷരം വചനം തത് വചനം ശ്രുത്വ തസ്യ ദശരഥസ്യ, ദശരഥന്റെ പിതൃവാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നതായ സ്നേഹപര്യാകുലമായിട്ടുള്ള അക്ഷരങ്ങളോടുകൂടിയ തത് വചനം ശ്രുത്വ, ആ വാക്കുകൾ കേട്ടിട്ട്, എന്തൊക്കെയായാലും രാമനെ കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ രാമനെ ഞാൻ വിട്ടുതരില്ല തുടങ്ങിയിട്ടുള്ളതായ വാക്യങ്ങള് ദശരഥൻ പലവട്ടം ആവർത്തിച്ചു പറയണ്ടായി. അതൊക്കെ കേട്ടിട്ട് കൗശികൻ എന്താ സംഭവിച്ചത്? സമന്യു കൗശിക, ക്രുദ്ധനായിട്ടുള്ള, മന്യു എന്ന് പറഞ്ഞാൽ ദേഷ്യാണ്, സമന്യു എന്ന് പറഞ്ഞാൽ മന്യുനാ സഹവർത്തതേ ഇതി സമന്യു, ഭയങ്കര ദേഷ്യം വന്നവനായിട്ടുള്ള ആ കൗശികൻ വിശ്വാമിത്രൻ മഹീപതിം വാക്യം പ്രത്യുവാച, മഹാരാജാവിനോട്, ദശരഥ മഹാരാജാവിനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ്. 2ാമത്തെ ശ്ലോകം നോക്കാം. പൂർവമർത്ഥം പ്രതിശ്രുത്യ പ്രതിജ്ഞാം ഹാതുമിച്ഛസി രാഘവാണാമയുക്തോയം കുലസ്യാസ്യ വിപര്യയ. അതെപ്പോഴും അങ്ങനെയാണല്ലോ, വാക്ക് പറഞ്ഞാൽ വാക്കാവണം എന്ന് പറയാറുണ്ട്. പണ്ട് തന്നെ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വാക്കാണ്. ഇവിടെ പറയാണ്, വിശ്വാമിത്രൻ പറയാണ്, പൂർവം അർത്ഥം പ്രതിശ്രുത്യ, ആദ്യം തന്നെ എന്നെ കണ്ട ഉടനെ സന്തോഷം കൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞില്ലേ, അങ്ങ് ശപഥം ചെയ്തില്ലേ, പ്രതിജ്ഞ ചെയ്തില്ലേ, അതാണ് പൂർവം അർത്ഥം പ്രതിശ്രുത്യ, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ആദ്യം പറഞ്ഞിട്ട് ഇപ്പോ അങ്ങ് എന്താ ചെയ്യുന്നത്? പ്രതിജ്ഞാം ഹാതും ഇച്ഛസി കില, പ്രതിജ്ഞയെ, ആദ്യം പറഞ്ഞ പ്രതിജ്ഞ അത് വേണ്ടാന്ന് വെക്കാനാണോ പുറപ്പെടുന്നത്? അത് ത്യജിക്കുകയാണോ? ഹാതും ഇച്ഛസി, അങ്ങനെയാണ് എന്നാണെങ്കിൽ രാഘവാണാമയുക്തോയം, ഇത് രാഘവന്മാർക്ക് ചേരണതല്ല. രാഘവന്മാരെന്ന് പറഞ്ഞാൽ രഘുവംശത്തിൽ പിറന്ന രാജാക്കന്മാർക്ക് ഇത്തരമൊരു പരിപാടി, ആദ്യം പ്രതിജ്ഞ ചെയ്യുക പിന്നെ അത് പാലിക്കാതിരിക്കുക, ആ ഒരു പരിപാടി, ആ ഒരു നടപടി ഒട്ടും ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ അസ്യ കുലസ്യ വിപര്യയ, ഇത് അങ്ങയുടെ കുലത്തിന് വിപര്യമാണ്, വിപരീതമാണ്, അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് രാഘവന്മാർക്ക് ചേർന്നതായിട്ടുള്ള പ്രവൃത്തിയല്ല അങ്ങ് ചെയ്യുന്നത്. ആദ്യം ശപഥം ചെയ്യുക, പ്രതിജ്ഞ ചെയ്യുക, എല്ലാം ചെയ്തു തരാം എന്ന് പറയാ. കാര്യം കേൾക്കുമ്പോൾ ചെയ്തു തരേണ്ട കാര്യത്തിന്റെ ആ ഒരു ഗരിമ അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം ഓർത്തിട്ട് അത് വേണ്ടാന്ന് വെക്കുക. അത് രാഘവന്മാർക്ക്, ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവർക്ക് ചേർന്നതല്ല എന്നാണ് ദശരഥനോട് വിശ്വാമിത്രൻ ഓർമ്മിപ്പിച്ചത്. ഇനിയും 1-2 ശ്ലോകത്തില് കൂടിയും വിശ്വാമിത്രന്റെ ദേഷ്യം നമുക്ക് കാണാം. 3ാമത്തെ ശ്ലോകം നോക്കാം. യദീദം തേ ക്ഷമം രാജൻ ഗമിഷ്യാമി യഥാഗതം മിഥ്യാപ്രതിജ്ഞഃ കാകുത്സ്ഥ സുഖീ ഭവ സുഹൃദ്വൃത. യദീദം തേ ക്ഷമം രാജൻ, അല്ലയോ മഹാരാജാവേ, രാജൻ സംബോധനയാണ്, അല്ലയോ മഹാരാജാവേ, യദി ഇദം തേ ക്ഷമം, ഇതാണ് അങ്ങക്ക് നല്ലത് എന്ന് തോന്നുന്നത് എങ്കിൽ, അങ്ങ് ഇങ്ങനെയാണ് ഇനി മുമ്പാക്കം പോവാൻ പുറപ്പെടുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? യഥാഗതം ഗമിഷ്യാമി, ഞാൻ വന്നവിടത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഞാൻ എവിടെ നിന്നാണോ വന്നത്, സിദ്ധാശ്രമത്തിൽ നിന്നാണല്ലോ വന്നത്, യാഗം രക്ഷിക്കാൻ രാമൻ മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഗമിഷ്യാമി, മാത്രല്ല മിഥ്യാപ്രതിജ്ഞ കാകുത്സ്ഥ, അല്ലയോ കാകുത്സ്ഥ, കാകുത്സ്ഥൻ എന്നൊക്കെ പറഞ്ഞാല് ഇവരുടെ വംശത്തിൽ തന്നെ, രാഘവന്മാരുടെ വംശത്തിൽ തന്നെ പിറന്ന അതിഗംഭീരന്മാരായിട്ടുള്ള രാജാക്കന്മാരിൽ ഒരാളാണ്.
യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കാളപ്പുറത്ത് കയറി യുദ്ധം ചെയ്ത ഒരാളാണ്. അതാണ് കകുതി സ്ഥിത. കകുത്ത് എന്ന് പറഞ്ഞാല് കാളയുടെ പൂഞ്ഞ, പുറത്തുള്ള ആ ഒരു മുഴ, അതിന്റെ പുറത്ത് കയറിയിരുന്നിട്ട്, കുതിരയുടെ പുറത്തൊന്നുമല്ല, അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറിയിട്ടൊന്നുമല്ല യുദ്ധത്തിന് പോയത്. ആ രാജാവ് കാളയുടെ പുറത്ത് കയറിയിട്ടാണ്, കാളയുടെ പൂഞ്ഞേമ ഇരുന്നിട്ടാണ് യുദ്ധത്തിന് പോയത് എന്നുള്ളത് കൊണ്ടാണ് ആ രാജാവിന് കകുത്സ്ഥൻ എന്ന് പേര് വന്നത്. ആ രാജവംശത്തിലുള്ള പിന്നെ വരുന്ന രാജാക്കന്മാർക്കൊക്കെ കാകുത്സ്ഥൻ എന്ന് പേര് വന്നു. അപ്പോ ആ ഒരു പഴമയൊക്കെയാണ് പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ മിടുക്കും ഇപ്പോൾ അങ്ങ് കാണിക്കുന്നതായിട്ടുള്ള ആ വാക്കിന് വ്യവസ്ഥയില്ലായ്മയും, അത് രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികന്മാരുടെ പേരൊക്കെ എടുത്ത് വിശ്വാമിത്രൻ പറയണത്. അതാണ് അല്ലയോ കാകുത്സ്ഥ, മിഥ്യാപ്രതിജ്ഞ, അങ്ങ് വെറുതെ പ്രതിജ്ഞ ചെയ്യാണ്, ഒരു രസത്തിന് ഓരോന്ന് ചെയ്യാ പിന്നെ അത് മാറ്റി പറയാ, അങ്ങനെയുള്ള സ്വഭാവമുള്ള അങ്ങ് സുഖീഭവ, സുഹൃദ്വ്രത സുഖീഭവ, സുഹൃത്തുക്കളോട് കൂടിയിട്ടൊക്കെ സുഖമായിട്ട് താമസിച്ചോളൂ കേട്ടോ എന്ന് പറയണ കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും സുഹൃത്തുക്കളോടൊക്കെ കൂടിയിട്ട് ദശരഥന് എന്തോ വരാൻ പോണുണ്ട്. അത്ര സുഖമൊന്നുമല്ല ഇനി മുമ്പാക്കമുള്ള ജീവിതം. വിശ്വാമിത്രനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട്, വിശ്വാമിത്രന് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഭൂമിയിൽ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ആരും വിചാരിക്കണ്ട എന്നുള്ളൊരു താക്കീതാണ് അവിടെ വിശ്വാമിത്രൻ ദശരഥന് കൊടുത്തത്. നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ രോഷപരീതസ്യ വിശ്വാമിത്രസ്യ ധീമത ചചാല വസുധാ കൃത്സ്ന ദേവാനാം ച ഭയം മഹത്. തസ്യ രോഷപരീതസ്യ വിശ്വാമിത്രസ്യ ധീമത. ധീമത വിശ്വാമിത്രസ്യ, ആ ബുദ്ധിമാനായ ധീമാനായ ഉറച്ച ബുദ്ധിയോടുകൂടിയവനായിട്ടുള്ള വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ ഇപ്പോൾ എന്തായി തീർന്നു? രോഷപരീതസ്യ തസ്യ, രോഷപരീതനായ, ക്രുദ്ധനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിവില്ലാതെ പോകുന്നവനായിട്ടുള്ള ആ വിശ്വാമിത്രനെ പറ്റി മനസ്സിലാക്കിയ ഭൂമി മുഴുവനും തന്നെ. അതാണ് തസ്യ രോഷപരീതസ്യ ധീമത വിശ്വാമിത്രസ്യ. ദേഷ്യം കൊണ്ട് മതിമറന്നവനായ, എല്ലാവരെയും പേടിപ്പിക്കത്തക്കതായ രൂപം ധരിച്ച ആ വിശ്വാമിത്രനെ കുറിച്ച് മനസ്സിലാക്കിയ വസുധ, ഭൂമി എന്തു ചെയ്തു? കൃഷ്ണ വസുധ, ഈ ഭൂമി മുഴുവനും വിശ്വാമിത്രന്റെ രൂപം കണ്ടിട്ട് ചചാല, പേടിച്ചൊന്നു വിറച്ചു. അതൊക്കെ അതിശയോക്തിയാണ്, നമുക്കറിയാം. പക്ഷേ വിശ്വാമിത്രന് അത്രയ്ക്കധികം കോപമുണ്ട്. ഭൂമിയെ പോലും മാറ്റിമറിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്, തപോ വീര്യമുണ്ട്. അതുകൊണ്ട് ഭൂമിക്ക് പോലും വിശ്വാമിത്രനെ പേടിയായി. ഇനി ഭൂമിക്ക് മാത്രമാണോ? അല്ല, ദേവാനാം ച മഹത് ഭയം അഭൂത്, ദേവന്മാർക്കും കഠിനമായിട്ടുള്ള പേടി ഉണ്ടായി. ഭൂമി വിറച്ചു, ദേവന്മാർക്കൊക്കെ കലശലായിട്ട് പേടിയുണ്ടായി, ഭയപ്പെട്ടു. വിശ്വാമിത്രൻ ഇനി എന്താണാവോ ചെയ്യാൻ പോണത്, ദശരഥൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മൂഢമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും വല്ലാതെ പേടിച്ചരണ്ടു എന്നർത്ഥം. അങ്ങനെ ആ ഒരു രൂപം കണ്ടപ്പോൾ എന്താണ് അവിടെ ഉണ്ടായത്? അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്രസ്തരൂപം തു വിജ്ഞായ ജഗത് സർവം മഹാൻ ഋഷി നൃപതിം സുവ്രതോ ധീരോ വസിഷ്ഠോ വാക്യമബ്രവീത്. ജഗത്തിനെ എങ്ങനെയാണ് കണ്ടത്? ജഗത്ത് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ത്രസ്തരൂപം ജഗത് വിജ്ഞായ, ഈ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും വിശ്വാമിത്രനെ കണ്ട് പേടിച്ചു വിറച്ചു. ത്രസ്തരൂപം, ജഗത്താകെ പേടിച്ചു പോയി എന്ന് മനസ്സിലാക്കിയിട്ട്. സർവം ജഗത് ത്രസ്തരൂപം വിജ്ഞായ മഹാൻ ഋഷി. അവിടെ ഉണ്ടായിരുന്നു ദശരഥന്റെ കൊട്ടാരത്തില് വളരെ വിദഗ്ധനായ ശ്രേഷ്ഠനായിട്ടുള്ളൊരു മഹർഷി ഉണ്ടായിരുന്നല്ലോ, വസിഷ്ഠൻ. ആ വസിഷ്ഠ മഹർഷി എന്തു ചെയ്തു? നൃപതിം സുവ്രതോ ധീരോ വസിഷ്ഠോ വാക്യമബ്രവീത്. വളരെ വ്രതനിഷ്ഠയോടുകൂടിയവനും ധീരനും നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനും വളരെ കഠിന തപസ് ചെയ്ത് ഋഷിവര്യനായി തീർന്നവനുമായ ആ വസിഷ്ഠൻ, അദ്ദേഹം നൃപതിം വാക്യം അബ്രവീത്, നൃപതിയോട്, ദശരഥ മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് ഒരു ഋഷി കോപിക്കുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മറ്റൊരു ഋഷിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് വസിഷ്ഠന് ഇതെല്ലാം അറിയുകയും ചെയ്യാം. അത്രയ്ക്ക് വളരെ കഠിനമായിട്ടുള്ള വ്രതചര്യകളും തപോബലവുമൊക്കെ ഉള്ള ആളാണ് വസിഷ്ഠൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിശ്വാമിത്രനെ പിണക്കി പറഞ്ഞയക്കരുത് എന്നുള്ളത് ഉപദേശിച്ചു കൊടുക്കുകയാണ് ദശരഥനോട് വസിഷ്ഠൻ. അപ്പോൾ വസിഷ്ഠൻ ഒരു പുരോഹിതന്റെ, ഉപദേഷ്ടാവിന്റെ ഒക്കെ ഒരു പങ്ക് ഇതാണ്. ഒരു രാജ്യത്ത് രാജാവ്
ഒട്ടും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മൂഢമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനെ തിരുത്തി ഏതാണ് ശരി, എങ്ങനെയായാലാണ് രാജ്യം മുന്നാക്കം പോവുക, മക്കൾക്കൊക്കെ ഏതാണ് നല്ലത് തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളെയാണ് ഉപദേഷ്ടാവ്, പുരോഹിതൻ എന്നൊക്കെ പറയാം. അതുപോലെ ദശരഥന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഉപദേഷ്ടാവായിരുന്നു വസിഷ്ഠൻ. ആ വസിഷ്ഠൻ കാര്യമായിട്ട് നൃപതിയെ, ദശരഥ മഹാരാജാവിനെ ഉപദേശിച്ചു. എന്താ പറഞ്ഞത്? 6ാമത്തെ ശ്ലോകം നോക്കാം. ഇക്ഷ്വാകൂണാം കുലേ ജാത സാക്ഷാത് ധർമ്മൈവാപര ധൃതിമാൻ സുവ്രത ശ്രീമാൻ ന ധർമ്മം ഹാതുമർഹസി. പെട്ടെന്നുണ്ടായ വൈകാരിക തലത്തിന്റെ ഒരു മാറ്റം കൊണ്ട്, ഒരു ഉണർച്ച കൊണ്ടാണ് ദശരഥൻ മകനെ വിട്ടുതരില്ല എന്ന് ആവർത്തിച്ച് പറയണത്. അപ്പോ വസിഷ്ഠൻ പറയാണ്, അങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? അങ്ങ് ആലോചിക്കണം, അങ്ങ് ഏതൊരു കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്, അങ്ങക്ക് എന്തൊക്കെയാണ് ചെയ്തു തീർക്കാനുള്ളത് എന്നുള്ളതൊക്കെ നല്ലവണ്ണം ആലോചിച്ചിട്ടേ ഒരു മറുപടി കൊടുക്കാവൂ. അതാണ് ഇക്ഷ്വാകൂണാം കുലേ ജാത. അങ്ങ് ഇക്ഷ്വാകു മഹാരാജാവിന്റെ, സൂര്യഭഗവാനിൽ നിന്ന് നേരിട്ട് ബ്രഹ്മതത്വം ഗ്രഹിച്ചിരിക്കുന്നവനായിട്ടുള്ള ഒരു രാജാവാണ് ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്നവനും സാക്ഷാത് ധർമ്മ ഇവ അപര, സാക്ഷാത് അപര ധർമ്മ ഇവ. സാക്ഷാത് ധർമ്മം ഒരു രൂപമെടുത്തു വന്നാൽ എങ്ങനെയായിരിക്കും? ധാർമ്മികതയല്ലാതെ ദശരഥൻ ഒന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങ് ധർമ്മമൂർത്തിയാണ്. അങ്ങനെയുള്ള അങ്ങ് ധൃതിമാനാണ്, നല്ല ധൈര്യമുള്ള ആളാണ്, നല്ല വ്രതശീലങ്ങളുള്ള ആളാണ്, രാജാവ് എന്നുള്ള നിലയ്ക്ക് നന്നായി പൊരുതി ഭരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ്, ശ്രീമാനാണ്, ഐശ്വര്യ സമ്പന്നനാണ്. അങ്ങനെയുള്ള അങ്ങ് ധർമ്മം ഹാതും ന അർഹസി. അങ്ങ് എന്ത് ചെയ്യരുത്? ധർമ്മത്തെ ത്യജിക്കരുത്. ഒരു രാജാവ് ചെയ്ത ധർമ്മം എന്തായിരുന്നു? ഇപ്പോൾ ദശരഥൻ ചെയ്തത് എന്താണ്? ഞാൻ അങ്ങേക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരാം എന്ന് ഒരു മഹാനായിട്ടുള്ള ഋഷിക്ക് വാക്ക് കൊടുത്തിട്ട് പിന്നെ അത് മാറ്റി പറയാ എന്നുള്ളത്. അപ്പോൾ വാക്കിന് വ്യവസ്ഥ വേണം എന്നുള്ളതാണ് വസിഷ്ഠൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങയെ മാത്രം ഓർക്കരുത്, അങ്ങയുടെ പൂർവികന്മാരായിട്ടുള്ള കേമന്മാരായിട്ടുള്ള അതികേമന്മാരായിട്ടുള്ള പിതൃപിതാമഹന്മാരെ ഒക്കെ ആലോചിക്കണം. അവര് ചെയ്തത് എന്താണ്? അതേപോലെ തന്നെയല്ലേ ആ ഒരു മാർഗത്തില്, ആ ഒരു വംശ പരമ്പരയിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങും ചെയ്യേണ്ടത്. അതുകൊണ്ട് വാക്ക് മാറ്റി പറയരുത്. രാമനെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയക്കൂ എന്നുള്ളതാണ് വസിഷ്ഠൻ ദശരഥന് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല 7ാമത്തെ ശ്ലോകം നോക്കാം. ത്രിഷു ലോകേഷു വിഖ്യാതോ ധർമാത്മാ ഇതി രാഘവ സ്വധർമ്മം പ്രതിപദ്യസ്വ നാധർമ്മം വോഢുമർഹസി. പിന്നെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ത്രിഷു ലോകേഷു വിഖ്യാത, 3 ലോകങ്ങളിലും ദശരഥൻ പേരെടുത്തവനാണ്, നല്ല യശസ്വിയാണ്. എങ്ങനെയാണ് യശസ് നേടിയെടുത്തത്? ധർമാത്മായിതി. രാഘവന്മാരൊക്കെ തന്നെ, രഘുകുല രാജാക്കന്മാരൊക്കെ തന്നെ ധർമാത്മാക്കളാണ് എന്ന് ഖ്യാതി നേടിയിട്ടുള്ളവരാണ്. അങ്ങും ആ ഒരു വംശത്തിലെ രാഘവന്മാരുടെ ഇടയിൽപ്പെടുന്ന വിഖ്യാതനായിട്ടുള്ള ഒരു രാജാവാണ്. അതുകൊണ്ട് അങ്ങും ധർമ്മത്തെ പരിത്യജിക്കരുതേ. 3 ലോകങ്ങളിലും ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഈ ഖ്യാതി ഉണ്ടല്ലോ, ഒരു നിമിഷ നേരം കൊണ്ട് അതൊക്കെ ഇല്ലാതെയായി പോവും. അതുകൊണ്ട് അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അതുകൊണ്ട് സ്വധർമ്മം പ്രതിപദ്യസ്വ, ഒരു രാജാവ് എന്നുള്ള ധർമ്മം അങ്ങ് പരിപാലിക്കൂ. അങ്ങൊരു വാക്ക് കൊടുത്താൽ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. മാറിപ്പോകരുത് വാക്കിൽ നിന്നും. അധർമ്മം വോഢും ന അർഹസി. അധർമ്മമാണ്, അതായത് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് അധർമ്മമാണ്. അങ്ങത് ചെയ്യരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പ്രതിശ്രുത്യ കരിഷ്യേതി ഉക്തം വാക്യമകുർവത ഇഷ്ടാപൂർത്തക്ഷയോ ഭൂയാത് തസ്മാത് രാമം വിസർജയ. പ്രതിശ്രുത്യ, ആദ്യം ആവാമെന്ന് പറഞ്ഞ ശപഥം ചെയ്തിട്ട്, അതാണ് പ്രതിശ്രുത്യ. ആശ്രുത്യ എന്ന് കാണാനുണ്ട്. അതായത് വേണ്ടതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ട്, പ്രതിശ്രുത്യ കരിഷ്യേതി അഹം കരിഷ്യേ ഇതി, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് വാക്ക് കൊടുത്തിട്ട്, ഉക്തം വാക്യം അകുർവത, അങ്ങനെ വാക്കൊക്കെ കൊടുത്തതിന് ശേഷം വേണ്ടതുപോലെ ചെയ്യാത്തവനായിട്ടുള്ള ഒരുവന് എന്താ സംഭവിക്കുക? ഇഷ്ടാപൂർത്തക്ഷയോ ഭൂയാത്. ഇഷ്ടാപൂർത്തങ്ങൾ എന്ന് പറഞ്ഞാല്
ധർമ്മം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, യാഗങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിട്ടുള്ള ദാനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, ഗൃഹം പണിതു കൊടുക്കുക, അതുപോലെ തന്നെ കിണർ കുഴിച്ചു കൊടുക്കുക, വെള്ളം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇഷ്ടാപൂർത്തങ്ങൾ. അതിൻ്റെ ഫലം അതായത് ഇതൊക്കെ ചെയ്തു കൊടുത്താൽ രാജാക്കന്മാർക്ക് ഇഷ്ടാപൂർത്തി ഉണ്ടാവും, അതിന് ക്ഷയം സംഭവിക്കും. അതാണ് പറയണത്, ഇഷ്ടാപൂർത്ത ക്ഷയോ ഭൂയാത്. അങ്ങക്ക് ഇതുവരെ ചെയ്തതായിട്ടുള്ള ഇഷ്ടാപൂർത്തികളുടെ ഒക്കെ ക്ഷയം സംഭവിക്കും, ഇഷ്ടാപൂർത്ത ക്ഷയം സംഭവിക്കും. അതുകൊണ്ട് തസ്മാത് രാമം വിസർജയ, അതുകൊണ്ട് ആലോചിക്കേണ്ട, പേടിക്കേണ്ട, രാമനെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയച്ചാലും അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് വിസ്തരിച്ച് അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ശ്രീരാമന് അതിനൊക്കെ നല്ല പ്രാപ്തിയുണ്ട്, പോരാത്തതിന് വിശ്വാമിത്രനും ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കണത് എന്നൊക്കെ വസിഷ്ഠൻ ദശരഥനെ ആശ്വസിപ്പിക്കുന്ന ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തച്ഛ്രുത്വാ വചനം തസ്യ സ്നേഹപര്യാകുലാക്ഷരം സമന്യുഃ കൗശികോ വാക്യം പ്രത്യുവാച മഹീപതിം. പൂർവമർത്ഥം പ്രതിശ്രുത്യ പ്രതിജ്ഞാം ഹാതുമിച്ഛസി രാഘവാണാമയുക്തോയം കുലസ്യാസ്യ വിപര്യയ. യദീദം തേ ക്ഷമം രാജൻ ഗമിഷ്യാമി യഥാഗതം. മിഥ്യാപ്രതിജ്ഞഃ കാകുത്സ്ഥ സുഖീ ഭവ സുഹൃദ്വൃത. തസ്യ രോഷപരീതസ്യ വിശ്വാമിത്രസ്യ ധീമതഃ ചചാല വസുധാ കൃത്സ്നാ ദേവാനാം ച ഭയം മഹത്. ത്രസ്തരൂപം തു വിജ്ഞായ ജഗത്സർവം മഹാനുഷി. നൃപതിം സുവ്രതോ ധീര വസിഷ്ഠോ വാക്യമബ്രവീത്. ഇക്ഷ്വാകൂണാം കുലേ ജാതഃ സാക്ഷാത് ധർമ്മൈവാപര. ധൃതിമാൻ സുവ്രത ശ്രീമാൻ ന ധർമ്മം ഹാതുമർഹസി. ത്രിഷു ലോകേഷു വിഖ്യാതോ ധർമാത്മാ ഇതി രാഘവ. സ്വധർമ്മം പ്രതിപദ്യസ്വ നാധർമ്മം വോഢുമർഹസി. പ്രതിശ്രുത്യ കരിഷ്യേതി ഉക്തം വാക്യമകുർവത. ഇഷ്ടാപൂർത്തക്ഷയോ ഭൂയാത് തസ്മാത് രാമം വിസർജയ. അതുകൊണ്ട് രാമനെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയക്കൂ എന്ന് വസിഷ്ഠൻ രാജാവിനോട്, ദശരഥ മഹാരാജാവിനോട് ഉപദേശിക്കുകയാണ്. ഇനി രാമന് ഉണ്ടാകാൻ പോകുന്ന പരിരക്ഷണത്തിനെ പറ്റിയിട്ടൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ കാണാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.